ന്യൂഡൽഹി വന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നിൻ്റെ ഒരു ടാർഗറ്റ് ആരാണെന്ന് ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞത് ലാലു അലക്സ് ആണെന്നാണ്. മലയാളത്തിൽ എനിക്ക് ലാലു അലക്സ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു റോള് കിട്ടിയാൽ മതി എന്നാണ്. നമുക്ക് പറഞ്ഞ് നിനക്ക് ലാലു അലക്സ് എങ്കിലും മലയാളത്തിലാവണമെന്നുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് അമിതാഭ് ബച്ചനെ ടാർഗറ്റ് ചെയ്യണം, എങ്കിലും നിനക്ക് അത്രയാവും. ഒരു സിനിമ അങ്ങനെയാണ്, നമ്മൾ ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ എന്ന് പറയും. പക്ഷേ ഞാൻ അന്നും അമിതാഭ് ബച്ചനെ ടാർഗറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ അന്നും ഇന്നും എൻ്റെ ടാർഗറ്റ് ലാലു അലക്സ് തന്നെയാണ്. എനിക്ക് അവിടെ എത്തിയാൽ മതി എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വപ്നം മാത്രം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ റോളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതിൽ തന്നെയാണ് ഞാൻ എപ്പോഴും സന്തോഷവാനായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഞാൻ മോഹിച്ചതിനേക്കാൾ വലുത് സിനിമ തന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം എൻ്റെ സിനിമയിലുള്ളൊരു ഇപ്പം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ മാത്രം സിനിമയിൽ അങ്ങോട്ട് രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് അവരെക്സ്പെക്ട് ചെയ്യുന്ന അവരെക്സ്പെക്ട് ചെയ്യുന്നത് അവരെന്നെ ഇതിനേക്കാൾ വലുതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് അവരെന്നെ കുറ്റം പറയുന്നതല്ല. ഞാൻ ഇതിനേക്കാളും വലിയ എന്തുകൊണ്ട് മോഹൻലാൽ ആവണില്ല എന്നുള്ള, മോഹൻലാലിൻ്റെ ഉള്ളതൊന്നും എൻ്റെ ഇല്ല എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞൂടാ. ഇവരുടെ വിചാരം ഞാൻ അതിനേക്കാൾ വലിയ ആളാണെന്നാണ്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും എനിക്കിപ്പോൾ സിനിമയിലുള്ള എൻ്റെ ഒരു പൊസിഷനുണ്ട്. ഞാൻ ഇത് സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ അതിനേക്കാൾ വളരെ താഴെ സ്വപ്നം കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എബോവ് മൈ ഡ്രീമാണ്.